എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു, അതായത് ഓഹരി വിപണിയിൽ പണമൊഴുക്കുന്നവർ കൂടുന്നു. ജൂണിൽ മാത്രം ഏകദേശം 42 ലക്ഷം പുതിയ നിക്ഷേപകരോട് വന്നിട്ടുള്ളത്. അതായത് ഓഹരി, കടപ്പത്ര, മ്യൂച്വൽ ഫണ്ടുകളിലെ നിക്ഷേപത്തിന് ഇന്ത്യയിൽ താൽപ്പര്യമേറുന്നതായി വ്യക്തമാക്കി ജൂണിൽ പുതുതായി ആരംഭിച്ച ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം 4 മാസത്തെ ഉയരത്തിലെത്തി. അതായത് 42 ലക്ഷത്തിൽ കൂടുതൽ ഡിമാറ്റ് അക്കൗണ്ടുകളാണ് ജൂണിൽ പുതുതായി തുറന്നുവെന്നും ഇതോടെ മൊത്തം നിക്ഷേപകർ 16 കോടി കഴിഞ്ഞുവെന്നും CDSL, അതുകൂടാതെ NSDL, അതായത് സെൻട്രൽ ഡെപ്പോസിറ്റ് സർവീസസും അതായത് നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി എന്നിവർ വിട്ട പുതിയ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നു. ഓഹരികളിൽ നിക്ഷേപം നടത്താൻ അനിവാര്യമായ ഡിജിറ്റൽ അക്കൗണ്ടാണ് ഡിമാറ്റീരിയലൈസ്ഡ് അക്കൗണ്ട് അഥവാ ഡിമാറ്റ് അക്കൗണ്ട്. മുൻകാലങ്ങളിൽ ഓഹരികളുടെ ഉടമസ്ഥാവകാശം കടലാസ് രേഖയിലാണ് സൂക്ഷിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഡിമാറ്റ് അക്കൗണ്ടിൽ ഡിജിറ്റലായി കൈകാര്യം ചെയ്യാം. ഓഹരി, കടപ്പത്രം, മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയവയുടെ വാങ്ങൽ വിൽക്കലുകൾ ഇതുപയോഗിച്ചാണ് സാധ്യമാകുക. ഓഹരി നിക്ഷേപകരുടെ ഈ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ഏജൻസികളാണ് CDSLും NSDLും. കഴിഞ്ഞ 4 മാസത്തിനിടെ ഏറ്റവും ഉയർന്ന കണക്കാണ് ജൂണിലേത്. അതായത് മെയ്യിൽ 36 ലക്ഷം പേരായിരുന്നു പുതിയ നിക്ഷേപകർ. ജൂണിലാവട്ടെ 23 ലക്ഷവും അതിനു മുമ്പ് ഡിസംബറിൽ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ പുതിയ അക്കൗണ്ടുകളുടെ എണ്ണം ഏകദേശം 40 ലക്ഷം. അപ്പോൾ ഈ ജൂണിലെ കണക്ക് പോലെ ആകെ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം 16 കോടിയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ പുതുതായിട്ട് ഓഹരി വിപണിയിൽ വരുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്.